ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോ ഓഫ് കോൺട്രാക്ട്സിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക. ഒരു എഗ്രിമെൻ്റ് ബൈൻഡിങ് കോൺട്രാക്റ്റായി മാറണമെങ്കിൽ അതിൽ ഒത്തിരി എലമെൻറ്റ്സ് എസെൻഷ്യലാണ്. അതേതെല്ലാമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 10 പ്രകാരമാണ് ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് ഒരു എഗ്രിമെൻറ്റിനെ ബൈൻഡിങ് കോൺട്രാക്റ്റാക്കി മാറ്റുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് എന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് എന്താണ്, അതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് തമ്മിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? എ വാലിഡ് ഓഫർ ആൻഡ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. ഒരു ഓഫറും ആക്സെപ്റ്റൻസും ചേരുന്നതാണ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസാണുള്ളത്. അതിൽ ഓഫർ കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രപ്പോസൽ ആരാണോ വെക്കുന്നത് അയാളെയാണ് പ്രോമിസർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ മേക്സ് ആൻ ഓഫർ ഈസ് നോൺ ആസ് പ്രോമിസർ. ഇനി ആരാണോ ആ പ്രോമിസ് അല്ലെങ്കിൽ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് അയാളെയാണ് പ്രോമിസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോമിസറും പ്രോമിസി അങ്ങനെ 2 പാർട്ടീസാണ് ഒരു കോൺട്രാക്റ്റിൽ ഉള്ളത്. ഇവർ തമ്മിൽ നിർബന്ധമായും എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഓഫർ ആക്സെപ്റ്റൻസ് ഇതേ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് പോയിൻറ്റ്സ് ഒക്കെ ഇനിയും നമ്മൾ ക്ലാസ്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. കൺസെൻസസ് ആഡ് ചെയ്യണം. ഞാനിവിടെ തമ്പനയിൽ ചോദിക്കുന്ന പോലെ, ദാസൻ വിജയനോട് ചോദിക്കുന്ന പോലെ സാധനം കയ്യിലുണ്ടോ? ഈ സാധനം കയ്യിലുണ്ടെങ്കിലാണ് അതൊരു കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരുള്ളൂ. അതായത് കൺസെൻസസ് ആഡ് ചെയ്യണം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ആണ്. 2 പാർട്ടീസ് തമ്മിൽ നിർബന്ധമായും എന്തുണ്ടായിരിക്കണം? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഇതൊരു ലാറ്റിൻ എക്സ്പ്രഷനാണ്. ഇറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എമംഗ് ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ എക്സാമ്പിൾ നമുക്കൊന്ന് ആലോചിക്കാം. അതിൽ പൃഥ്വിരാജിനോട് കുഞ്ചാക്കോ പറയുന്നുണ്ട്, സ്പെസിഫിക്കലി പറയുന്നുണ്ട്, എനിക്ക് താങ്കളുടെ BMW കാറ് വാങ്ങിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൃഥ്വി ഓക്കെ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇനി പൃഥ്വിൻ്റെ മനസ്സിൽ കുഞ്ചാക്കോ പറയുമ്പോൾ എനിക്കൊരു കാറ് വേണമെന്നാണ് പറയുന്നത് എന്ന് ചിന്തിക്കുക. ഒരു കാറ്, ജസ്റ്റ് ഒരു കാറെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ സ്പെസിഫിക്കലി പറയുന്നില്ല എന്ന് കരുതുക. പക്ഷേ കുഞ്ചാക്കോൻ്റെ മനസ്സിൽ BMW കാറും ഇനി പൃഥ്വി വിചാരിക്കുന്നത് പൃഥ്വിൻ്റെ കയ്യിലുള്ള മിനി കൂപ്പറാണ് കുഞ്ചാക്കോക്ക് വാങ്ങാൻ താല്പര്യം എന്നാണ് പൃഥ്വിൻ്റെ മനസ്സിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ മൈൻഡിലുള്ള സബ്ജക്റ്റ് മാറ്റർ ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തില്ല? കൺസെൻസസ് ആഡ് ചെയ്യടമില്ല. കൺസെൻസസ് ആഡ് ചെയ്യടം എന്ന് പറഞ്ഞാൽ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് മസ്റ്റ് എഗ്രീഡ് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ് മാറ്റർ ഇൻ ദ സെയിം സെൻസ് ആൻഡ് ഇൻ ദ സെയിം മാനർ. ഒരേ സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കണം 2 പേരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇതാണ് കൺസെൻസസ് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ്. എല്ലാ കോൺട്രാക്റ്റിലും നിർബന്ധമായിട്ടും എത്ര പേരുണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. ഒരു പ്രോമിസറും ഒരു പ്രോമിസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ദേ മസ്റ്റ് ബി ലീഗലി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അവർ കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പാകത്തിന് ഒരു കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ലീഗലി കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ലീഗലി കോമ്പീറ്റൻ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഈസ് കോമ്പീറ്റൻ്റ് ആകുന്നത് ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ളവരാണ് മേജർ എന്ന് പറയുന്നത്. അങ്ങനെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കോമ്പീറ്റൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഹീസ് ഓഫ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് ആണ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൻ്റെ ടേംസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെൻ്റൽ പവേഴ്സുള്ള ഒരു പേഴ്സണെയാണ് സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുക്തിപൂർവമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കപ്പാസിറ്റിയുള്ള ആളെയാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരൊക്കെയാണ് അൺസൗണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത്
ഡ്രങ്കൺ പേഴ്സൺ ആണ്. ഡ്രങ്കൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലുള്ള ആളെയാണ് നമ്മൾ ഡ്രങ്കൺ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ആ സാഹചര്യത്തിൽ മാത്രം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരാൾ ഡ്രങ്കൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് അയാൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തതെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇന്ത്യൻ ലോ പ്രകാരം. ഓക്കെ, ഇംഗ്ലീഷ് ലോ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് ലോയിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ എന്ന് പറയും. അതായത് ആ പാർട്ടിക്ക് പിന്നീട് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് അയാളുടെ സമ്മതപ്രകാരം എന്താക്കി മാറ്റാം, വാലിഡാക്കി മാറ്റാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഹിസ് മെൻ്റൽ പവേഴ്സ് ആൻഡ് ഹൂ ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെൻറ്റ്. അങ്ങനെയുള്ളവരെയാണ് ഇഡിയറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് കംപ്ലീറ്റ്ലി അയാളുടെ മെൻ്റൽ പവേഴ്സ് നഷ്ടപ്പെടുകയും റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ, യുക്തിപൂർവമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയാണ് ഈ ഒരു ഇഡിയോസി എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഈ കോൺട്രാക്റ്റ് ലോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾക്കും എന്താണ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അടുത്ത പോയിൻ്റാണ് ലുനാറ്റിക്. ലുനാറ്റിക് എന്ന് പറയുന്നത് ഹൂ ലോസ്റ്റ് ഹീസ് മെൻ്റൽ പവേഴ്സ് ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ. ചില കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ കൊണ്ട് ചില ആൾക്കാർക്ക് അവരുടെ മെൻ്റൽ പവേഴ്സ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്, ലുനാറ്റിക് എന്നുള്ള വേർഡ് കൊണ്ട് ഇവിടെ കോൺട്രാക്റ്റ് ലോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം ആൾക്കാർ എല്ലാ സമയത്തും അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണമെന്നില്ല. കാരണം അവർക്ക് പെർമനൻ്റ്ലി ലോസ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, ടെമ്പററി ആയിട്ടുള്ളൊരു കണ്ടീഷനാണത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അവർ സൗണ്ട് മൈൻഡ് ആവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻ്റർവെൽസിനെയാണ് ഇവർ ചില സമയത്ത് സൗണ്ട് മൈൻഡ് ആവും, ചില സാഹചര്യത്തിൽ അവർ അൺസൗണ്ടായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിനെയാണ് എന്ത് പറയുന്നത്, ലുനാറ്റിക് ഇൻ്റർവെൽ ലൂസിഡ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ഈ ലൂസിഡ് ഇൻ്റർവെൽസിൽ അവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൂസിഡ് ഇൻ്റർവെൽസിൽ അവർ സൗണ്ട് മൈൻഡ് ആവുകയും അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ചില വ്യക്തികളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പം അത്തരം പേഴ്സൺസിനെയാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. നമ്മുടെ സിലബസിൽ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പ്രത്യേകം പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഫ്രീ കൺസെൻറ്റ്. ഫോർ എ വാലിഡ് കോൺട്രാക്ട് കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീ. കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഒരാളുടെ സമ്മതം വാങ്ങുന്നത്, ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരാൾ ഉൾപ്പെടാനുള്ള സമ്മതം. അതായത് ഇപ്പം ഒരു വീട് വാങ്ങണം. വീട് വാങ്ങാനായിട്ട് അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന 50 ലക്ഷം രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അതിന് പകരം അയാളോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയാണ്, എനിക്ക് 20 ലക്ഷം രൂപയ്ക്ക് എന്നെ തന്നേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കൊട്ടേഷൻ ടീമിനെ ഏർപ്പാടാക്കും, അവർ വന്ന് ഭീഷണിപ്പെടുത്തും എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഫ്രീ കൺസെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് കൺസെൻറ്റ് ഫ്രീ അല്ല, സ്വതന്ത്രമായ സമ്മതമല്ല. അയാൾ ചിലപ്പോൾ ആ ഭീഷണിയിൽ വഴങ്ങി ചിലപ്പോൾ നമ്മൾ പറഞ്ഞ റേറ്റിന് ചിലപ്പോൾ നമുക്ക് തരാനായിട്ട് തയ്യാറാകാം അല്ലേ. അപ്പോൾ അതൊരിക്കലും ഫ്രീ കൺസെൻ്റ് അല്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ ഉള്ള സമ്മതം എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി കോസ്ഡ് ബൈ, ഇനി പറയുന്ന കാരണങ്ങളൊന്നും കൊണ്ടായിരിക്കരുത് അയാൾ രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത്. ഇനി പറയുന്ന റീസണൊന്നും ആയിരിക്കരുത്, അത് ഇൻക്ലൂഡ് ആകാൻ പാടില്ല. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കൊയേഷൻ. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ ഭീഷണിപ്പെടുത്തുക, ഒരാളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിർബന്ധിക്കുക, ഇതൊക്കെയാണ് ത്രട്ടൺ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരാളെ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊയേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാരൻറ്റ് ചൈൽഡ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ക്ലയൻറ്റ്, ഡോക്ടർ പേഷ്യൻറ്റ്, ഇത്തരം റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെ ഡൊമിനേറ്റ് ചെയ്യാൻ, മറ്റൊരാളുടെ മൈൻഡിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലേ. അപ്പോൾ
വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കില്ല. അടുത്തതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ളത്. അടുത്ത മിസ്റെപ്രസെൻറ്റേഷൻ, ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളത്. അത് മനഃപൂർവ്വം അല്ലാതെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള സബ് പോയിൻറ്റ്സ് ഒക്കെ അതിലുണ്ട്. ഇനി അടുത്താണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് മീൻസ് എറർ. ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പോയിൻറ്റ്സോട് കൂടി നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അത് നമുക്ക് സിലബസിനനുസരിച്ച് നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി കോസ്ഡ് ബൈ കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഈ 5 കാരണങ്ങൾ കൊണ്ടായിരിക്കരുത് ഒരാളെ ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാനുള്ള അയാളുടെ സമ്മതം നേടിയെടുക്കേണ്ടത്. ഈ പറഞ്ഞ കാരണങ്ങളൊന്നും കൊണ്ടാകരുത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. സംതിങ് ഇൻ റിട്ടേൺ ടു ദ പ്രോമിസിനെയാണ് എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, പൃഥ്വിരാജ് അവിടെ പറയുന്നുണ്ട് അല്ലേ, 2.5 CR വാങ്ങിയ കാറാണിത്, ഞാൻ 2 CR ഇത് തരാൻ തയ്യാറാണ് എന്നവിടെ പറയുന്നുണ്ട്. അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടായിരിക്കണം, കൺസിഡറേഷൻ എസെൻഷ്യലാണ്. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ പ്രോമിസിക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ബി ബെനഫിറ്റഡ് ബൈ സംതിങ് ഇൻ റിട്ടേൺ. ആ സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളൊരു കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് ലോഫുൾ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. ഒബ്ജക്റ്റ് എപ്പോഴും, എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് എപ്പോഴും ലോഫുൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇല്ലീഗൽ ആകരുത്, ഇമ്മോറൽ ആകരുത്, പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആകരുത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡാണ്, വാലിഡ് ആയിരിക്കില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പ്രോമിസസ് ടു പേ ബി 5 lakh ഫോർ മർഡറിങ് സി. കണ്ടോ, അവിടെ എന്താണ്, സിയെ മർഡർ ചെയ്യാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊന്നും എന്താണ്, ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റായി മാറില്ല. അടുത്തത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ഏതെങ്കിലും നിയമപ്രകാരം ഈ കോൺട്രാക്റ്റ് വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ചാരായ നിരോധനം ഉണ്ട് അല്ലേ നമ്മുടെ സംസ്ഥാനത്ത്, അതുപോലെ തന്നെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നിരോധനം ഉള്ളതാണ്, പ്രൊഹിബിഷൻ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിൽ നടത്തുക അല്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്യുക, ഇതൊക്കെ എന്താണ്, എക്സ്പ്രസ്ലി വോയിഡ് ആണ്. ഇത്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എഗ്രിമെൻറ്റ് ഷുഡ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ബൈ എനി ലോ. നിലവിലുള്ള ഒരു നിയമപ്രകാരവും വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മമാർ നമ്മൾക്ക് ഭക്ഷണം തരുന്നത് എങ്ങനെയാണ്, മാനത്തുള്ള അമ്പിളിയമ്മാവനെ പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുക. കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അമ്മമാരോട് ചോദിക്കാറുണ്ടോ, ആ അമ്പിളിമാമനെ പിടിച്ചു തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലേ. അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അമ്മ പെട്ടേനെ. അപ്പോൾ കോൺട്രാക്റ്റ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം, പോസിബിൾ ആയിരിക്കണം, അതിൻ്റെ പെർഫോമൻസ് അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് എല്ലാം എങ്ങനെയുള്ളതായിരിക്കണം, സെർട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം. ഒരിക്കലും വേഗമായിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ള ഒരു ടേമും കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമൻസ്. പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആ കോൺട്രാക്റ്റ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നും ആയിരിക്കരുത് ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട. അല്ലെങ്കിൽ കോൺട്രാക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് 5 ലക്ഷം രൂപ തരാം, ഇപ്പോൾ മഴ പെയ്ച്ച് കാണിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഞാൻ തരാം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇമ്പോസിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതൊന്നും ആയിരിക്കരുത് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. കോൺട്രാക്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2
സിറ്റുവേഷൻസ് പറഞ്ഞു. അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മൾ വീട്ടിലേക്ക് ഡിന്നർ തരാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഫ്രണ്ടിന് നമുക്ക് വേണ്ടി ഡിന്നർ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ ആദ്യത്തെ സിറ്റുവേഷനും അത് തന്നെയാണ്. ഒരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്, നമുക്ക് അവർക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരിക്കണം ഒരു കോൺട്രാക്റ്റ്. ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ലാതെയുള്ള ഒരു കോൺട്രാക്റ്റും എന്തായിരിക്കില്ല, വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ 9 എലമെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഈ 9 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു ബൈൻഡിങ് കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എഗ്രിമെൻറ്റ്, കൺസെൻസസ് ആഡ് capacity of parties, free consent, consideration, lawful object, not expressly declared void, certainty and possibility of performance, and intention to create legal relationship. ഇന്നത്തെ ക്ലാസ് കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം, പക്ഷേ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അതുപോലെ തന്നെ ഫ്രീ കൺസെൻ്റ് ഒക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത് കൊണ്ടാണ്. അതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും നന്നായിട്ട് പഠിച്ചു പോവുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ലൈക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ക്ലാസ്സസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്നൊരു പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.